ഈ മാങ്ങാ ഫോൺ തട്ടിപ്പുകാരനും മരമുറി കള്ളനുമായിട്ടുള്ള ഒരു തസ്കര വേന്ദ്രന് നേരെ ആദരണീയനായിട്ടുള്ള അമൈര ശിരസ്കൻ ഒരിക്കൽ മാധ്യമധർമ്മരാഗത്തിൽ നാവോങ്ങിക്കളഞ്ഞു. അളക്കാനാവാത്ത നിലയിൽ തസ്കര വേന്ദ്രന് നേരെ അമൈര ശിരസ്കൻ കുരച്ചുവെന്നും മലയാളത്തിൽ പറയാം. ആ സമയത്ത് അമൈര ശിരസ്കന് ഒന്നിലേറെ യജമാനന്മാർ ഉണ്ടായിരുന്നു. ചാട്ടക്കാരനായിട്ടുള്ള ഒരു നായർ, ചിട്ടിക്കാരനായിട്ടുള്ള ഒരു നാരായണീയൻ, അവരെ കൂടാതെ കൊടും മതേതരനായിട്ടുള്ള ഒരു കനകാസനൻ വരെ അമൈര ശിരസ്കന്റെ യജമാന ശേഖരത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്രം. സ്വാഭാവികമായും അമൈര ശിരസ്കനും കുടുംബത്തിനും ഉണ്ണാനും ഉടുക്കാനും പിഴയ്ക്കാനുമുള്ള വകകൾ ആ യജമാനന്മാർ നൽകി. ഉണ്ട ചോറിന് മാത്രമല്ല, ഉണ്ണാനുള്ള ചോറിനെ കൂടി മുന്നിൽ കണ്ട് വരുംകാല പ്രാബല്യത്തോടെ തന്റെ യജമാനന്മാരോട് ആളാമ്പ്രതി അമൈര ശിരസ്കൻ കൂറുകാട്ടി. ശരിയാണ്, 2 കാലിന്റെയും 1 വാലിന്റെയും കുറവുണ്ടായിരുന്നു. എങ്കിലും ഒരു അസൽ നായേക്കാൾ യജമാന ഭക്തി അമൈര ശിരസ്കൻ പ്രകടിപ്പിച്ചിരുന്നു എന്നത് ഓർക്കാതെ പോകരുത്. അതാണ് ജനുസു ഗുണത്തിന്റെ ഗുണം. എല്ലാ യജമാനന്മാരോടും ഒരേ അളവിൽ വിധേയത്വം പ്രകടിപ്പിക്കാൻ അമൈര ശിരസ്കനെ സഹായിച്ചത് അയാളുടെ വളരെ സവിശേഷമായിട്ടുള്ള ജനുസു ഗുണമാണ്. വാലില്ലാത്തതിന്റെ കുറവ് വായിലെ നാവ് പരിഹരിച്ചു. യജമാനന്മാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധം നാവാടിക്കൊണ്ട് തന്റെ വിധേയത്വ വാസനയും കൂറും അമൈര ശിരസ്കൻ തന്റെ ഉടമകളെ നിരന്തരം ബോധ്യപ്പെടുത്തി. എത്രയോ അസത്യങ്ങളെ അമൈര ശിരസ്കൻ സത്യമാക്കി, എത്രയോ അധർമ്മങ്ങളെ അമൈര ശിരസ്കൻ ധർമ്മമാക്കി, എത്രയോ അനീതികളെ അമൈര ശിരസ്കൻ നീതിയാക്കി, എത്രയോ അന്യായങ്ങളെ ഈ അമൈര ശിരസ്കൻ ന്യായമാക്കി. മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരെക്കാൾ ദൈവത്തെ പോലും ചെകുത്താനാക്കാൻ ശേഷിയുള്ള അമൈര ശിരസ്കന്റെ വേറിട്ട ജനുസു ഗുണമാണ് അയാളുടെ വിജയം. എങ്ങനെയാണ് അയാൾക്ക് ഈ ജനുസു ഗുണം ലഭിച്ചതെന്ന് തീർച്ചയായിട്ടും അവസാനം പറയാം. അതിനു മുന്നേ മറ്റൊന്ന് പറയേണ്ടതുണ്ട്. മാങ്ങാ ഫോൺ തട്ടിപ്പുകാരനും മരമുറി കള്ളനുമായിട്ടുള്ള ഒരു തസ്കര വേന്ദ്രന് നേരെ അമൈര ശിരസ്കൻ കണ്ടമാനം കണക്കിന് ധർമ്മക്കുര കുരച്ച കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ പൊങ്ങനെ ഈ സംസാരം തുടങ്ങി വെച്ചത്. എന്നാൽ ഇന്ന് ആ തസ്കര വേന്ദ്രൻ അമൈര ശിരസ്കന്റെ യജമാനനാണ്. ഉണ്ടുമുടുത്തും ഉടുക്കാതെയുമൊക്കെ പിഴയ്ക്കാനുള്ള വകകൾ ഇന്ന് അമൈര ശിരസ്കനും കുടുംബത്തിനും നൽകുന്നത് ആ കാട്ടുകള്ളനാണ്. സ്വാഭാവികമായും ആ തസ്കരവേന്ദ്രന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമൈര ശിരസ്കൻ ഇപ്പോൾ നാവാട്ടുന്നത്. സാധാരണ നിലയിൽ ഉളുപ്പുള്ള ആരെങ്കിലും ആയിരുന്നു എങ്കിൽ തീർച്ചയായും ആ പണിക്ക് നിൽക്കുമായിരുന്നില്ല, അല്ലേ? പക്ഷേ അഭിമാനമുള്ളവർക്കല്ലേ അപമാന ഭയമുണ്ടാവുകയുള്ളൂ. അമൈര ശിരസ്കനെ സംബന്ധിച്ച് തസ്കരദാസനായി കഴിയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അന്തസ്. അതാണ് അയാളുടെ ജനുസു ഗുണത്തിന്റെ കരുത്ത്. അയാൾക്ക് എങ്ങനെ ആ ജനുസു ഗുണം കിട്ടിയെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവസാനം പറഞ്ഞോളാം കേട്ടോ, മറക്കില്ല. പോങ്ങനിപ്പോൾ നാവാട്ടുന്നത് അമൈര ശിരസ്കനെ ആരാധിക്കുന്ന ആളുകളോട് ചിലത് പറയാനാണ്. അത് മറന്നു പോകാതിരിക്കാൻ വേഗം പറഞ്ഞേക്കാം. ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കലാണ് സുരക്ഷിതമെന്നും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വന്തം അഭിപ്രായമാക്കുന്നതാണ് ബുദ്ധിയെന്നും അങ്ങനെയൊക്കെ കാണുന്ന മനുഷ്യർക്ക് മാത്രമേ അമൈര ശിരസ്കൻ പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ബോധ്യം പോകനുണ്ട്. ദൗർഭാഗ്യവശാൽ കേരളത്തിലിപ്പോൾ അത്തരക്കാർക്കാണ് ഭൂരിപക്ഷമുള്ളതും. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരു കള്ളന്റെ മാധ്യമ സ്ഥാപനം തള്ളുന്ന അസത്യങ്ങളെ വളരെ ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ ഏറ്റവും ജനപ്രിയമായ ഒരു വാർത്താ മാധ്യമമായി ഈ സമൂഹം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കട്ടും തട്ടിച്ചുമുണ്ടാക്കിയ പണം കൊണ്ട് ആ കള്ളൻ തസ്കരക്കുലത്തിന്റെ ശബ്ദം സമൂഹത്തിലേക്ക് എത്തിക്കാൻ അമൈര ശിരസ്കനെ വിലക്കെടുത്തു, പാട്ടത്തിനെടുത്തു. അയാളത് നല്ല വെടിപ്പായി ചെയ്യുന്നുമുണ്ട് കേട്ടോ. എത്ര വലിയ അസത്യത്തെയും പടുകൂറ്റൻ സത്യമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അമൈര ശിരസ്കന് സാധിക്കുമെന്ന് കള്ളക്കച്ചവടക്കാരൻ കണക്കുകൂട്ടി. കള്ളന്റെ കണക്കുകൂട്ടൽ സത്യവുമായി. ഇനി ഇവനെങ്ങാനുമാണോ എന്റെ അസൽ പുത്രൻ എന്ന് സാക്ഷാൽ ഹരിശ്ചന്ദ്രന്റെ പിതാവിൽ പോലും സംശയം ജനിപ്പിക്കുന്ന അത്ര പണിക്കുറ്റം തീർത്ത നിലയിലാണ് അസത്യങ്ങളെ അസൽ സത്യമായി അമൈര ശിരസ്കൻ സമൂഹത്തിലേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവൻ തള്ളുന്ന ഓരോ പച്ചക്കള്ളത്തിലും കേരളീയർ പരമാർത്ഥം രുചിക്കുകയാണ്. എന്നാൽ പ്രബുദ്ധ മലയാളികളെ പോലല്ല സാക്ഷാൽ പ്രകൃതി എന്ന സത്യം അമൈര ശിരസ്കന്റെ ആരാധകർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രകൃതിയുടെ കരുക്കൾ മാത്രമാണ് കേട്ടോ. സംഘർഷഭരിതമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് പ്രകൃതി സത്യങ്ങളെ വിജയത്തിന്റെ കള്ളിയിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കുകയുള്ളൂ.
പൃഷ്ഠരാജനിൽ നിന്നും അതുപോലെ തന്നെ തസ്കര സുൽത്താന്റെ ഭാര്യ പെറ്റ കള്ളിക്കുട്ടി, അവളിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിക്കാനായി അമൈര ശിരസ്കനും സംഘവും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അങ്ങനെ അങ്ങോട്ട് നീക്കിവെച്ച കരുവായിരുന്നു അൾസർ സുനിയൻ. സത്യത്തിൽ അവിടെ പിഴച്ചു. പ്രകൃതിയാണ് അമൈര ശിരസ്കനെ കൊണ്ട് അങ്ങനെ ഒരു കരുനീക്കം നടത്തിച്ചത് എന്നുള്ള കാര്യം പോങ്ങനെ വളരെ ബോധ്യമുണ്ട്. മാധ്യമങ്ങളും മട്ടാഞ്ചേരി മാഫിയയും സുടുബാധ തീണ്ടിയിട്ടുള്ള കമ്മികളും അതുപോലെ തന്നെ അവരുടെ കടിഞ്ഞാണിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് വെട്ടി വീഴ്ത്തിയ ജനപ്രിയ നായകൻ ദിലീപിനെ വീണ്ടും പൊതുസമൂഹത്തിലിട്ട് ചവിട്ടിക്കൂട്ടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മരം മുറിക്കള്ളന്റെ മാധ്യമ മാഫിയ പ്രവർത്തനത്തെ പ്രകൃതി ചുമ്മാ പൊളിച്ച് കയ്യിൽ കൊടുത്തു. അമൈര ശിരസ്കനിലൂടെ ജനപ്രിയ നായകന് മേലുള്ള വിധി പ്രകൃതി പൊതുസമൂഹത്തോട് പറയുകയാണ് ചെയ്തതെന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത്. സത്യം പറഞ്ഞാൽ ദിലീപിനെ കൊത്തിപ്പറിക്കാൻ ഇതുവരെ മത്സരിച്ച പലരും അൾസർ സുനിയന്റെ ഈ വെളിപ്പെടുത്തലിനെ വളരെ ബോധപൂർവം അവഗണിച്ചത് പോങ്ങൻ ശ്രദ്ധിച്ചു. ആദ്യമായി അവരോട് അല്പം മതിപ്പുമുണ്ടായി. അത്രയെങ്കിലും നന്മ നിങ്ങൾ കാണിച്ചല്ലോ. അതായത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല അപ്പിതീനികൾക്ക് പോലും കാര്യം തിരിഞ്ഞുവെന്ന് സാരം. അത്രത്തോളം ബുദ്ധിയില്ലായ്മയും ക്രൂരതയും മണ്ടയിലുള്ളവർക്ക് മാത്രമേ ഇനിയും ദിലീപിനെ കല്ലെറിയാൻ കഴിയുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ദിലീപ് വിരോധികൾ പോങ്ങനെ നേരെ തെറിയേറ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കലാണ് സുരക്ഷിതമെന്നും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വന്തം അഭിപ്രായമാക്കുന്നതാണ് ബുദ്ധിയെന്നും കരുതുന്നവനല്ല ഈ പോങ്ങൻ. അതുകൊണ്ട് നിങ്ങളുടെ തെറികൾക്ക് എന്നെ തിരുത്താൻ കഴിയില്ല എന്ന് മാത്രവുമല്ല, എന്നെ നാണിപ്പിക്കാനുള്ള ശേഷിയും നിങ്ങളുടെ തെറികൾക്കില്ല. ഒരു കാലത്ത് അതീവ കരുത്തനായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞതു മുതലാണല്ലോ മാധ്യമ മാഫിയ കൂട്ടം ജനപ്രിയ നായകനോട് വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലൊരു സമീപനം സ്വീകരിച്ചു തുടങ്ങിയതല്ലേ? ഓർമ്മയില്ലേ? ഇന്നും ആ മാധ്യമ പ്രവർത്തകന് കൂറും ഒക്കെ സമർപ്പിച്ച് കഴിയുന്നവർ മരക്കള്ളന്റെ മാഫിയ സംഘത്തിലുണ്ട്. എന്തായാലും അൾസർ സുനിയെ അസമയത്ത് ഇറക്കാനുള്ള അബദ്ധ നീക്കം അമൈര ശിരസ്കനെ കൊണ്ട് നടത്തിച്ചത് സാക്ഷാൽ പ്രകൃതി തന്നെയാണ് എന്നുള്ള ബോധ്യം പോകാനുണ്ട്. അല്ലെങ്കിൽ അതിനാണ് സാധ്യത കൂടുതലെന്ന വിശ്വാസം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അമൈര ശിരസ്കന്റെ സവിശേഷമായിട്ടുള്ള ഈ ജനുസു ഗുണത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാരഹസ്യം കൂടി പറഞ്ഞിട്ട് പോങ്ങൻ നാവും എടുത്തു പോയിക്കോളാം. ഒരിക്കൽ ഈ അമൈര ശിരസ്കൻ തന്റെ ജനനിയോട് സ്വന്തം ജന്മരഹസ്യം ചോദിച്ചു. അതോടെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള ജനനി വിരലുകൾ എണ്ണി ഓർത്തു. രാമനോ, കോരനോ, ബീരാനോ അതോ അവിരാനോ? തിട്ടം കിട്ടാതെ വന്നപ്പോൾ പുരാണത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഒരു അമ്മ കഥാപാത്രം പോലെ അവർ ഇങ്ങനെ അങ്ങോട്ട് അറിയിച്ചു. അതായത്, പുത്ര അമൈര ശിരസ്ക, ആർക്കുണ്ടായവനാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഈയുള്ളവൾക്ക് വിരലുകൾ മതിയാവില്ല. എങ്കിലും നീ അറിയണം, രാമനോ കോരനോ ബീരാനോ അവിരാനോ എന്നതിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ആർക്കുണ്ടായവനാണെങ്കിലും ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെന്ന കാര്യം നീ അഭിമാനത്തോടെ അറിയണം, ഓർക്കണം. കാരണം ഒറ്റത്തന്തയ്ക്കുണ്ടാവാനേ ശാസ്ത്രം ഒരുവനെ അനുവദിക്കുന്നുള്ളൂ എന്ന് പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്യാമ പുഷ്കരൻ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നീ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെന്ന ബോധ്യത്തോടെ പുലർന്നുകൊള്ളുക. അതെ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് അമൈര ശിരസ്കൻ. അതാണ് അയാളുടെ ഈ സവിശേഷമായ ജനുസു ഗുണത്തിന്റെ അടിസ്ഥാനം. രാമനോ കോരനോ ബീരാനോ അവിരാനോ ആർക്കുണ്ടായവനായാലും വേണ്ടില്ല, ഉണ്ടായത് ഒറ്റ തന്തയ്ക്കാണ്. അതാണ് അവന്റെ കരുത്ത്. തിട്ടമുണ്ടാവില്ല ഉണ്ടാക്കിയവന്റെ കാര്യത്തിൽ, പക്ഷെ ഉണ്ടാക്കിയത് ഒരുത്തനേ ഉള്ളൂ എന്ന് പറയുന്ന തിട്ടം അവനുണ്ട്. എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇങ്ങനെ പറഞ്ഞത് മര്യാദകേടാണ് എന്നുള്ള കാര്യം. എനിക്ക് വളരെ നന്നായിട്ടറിയാം. മര്യാദ കെട്ടവന്മാരുടെ മര്യാദകേടിന് പ്രബുദ്ധ സമൂഹം വശപ്പെടുന്ന കാലത്ത് മര്യാദ കെട്ടവന്മാരോട് മര്യാദകേട് പറയാനെങ്കിലുമുള്ള ബാധ്യത തീർച്ചയായും പോങ്ങ സമൂഹത്തിനുണ്ട് എന്ന് ഈ മുത്തുപോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സാംസ്കാരിക നിലയെ പ്രബുദ്ധർ മൂല്യനിർണയം നടത്തുന്നതിനെ പോകൻ വകവെക്കുന്നില്ല. പോകിനടാ മര്യാദരാമന്മാരെ, പോയി നീയൊക്കെ നിന്റെ പാട് നോക്ക്. Spread your love.